30 മാസം ഗർഭിണിയായ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാഞ്ഞൂർ കണ്ടാറ്റുപാടം സ്വദേശി അഖിൽ മാനുവിലിന്റെ ഭാര്യ അമിത സണ്ണിയാണ് ജീവൻ ഒടുക്കിയത്. ജി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് സ്വാഭാവികമാണ്. ഏത് പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ച് പോലീസിനോ മറ്റോ പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ അമിത സണ്ണിയുടെ കുടുംബം ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ഈ അഖിലിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ തമ്മിൽ ഈ സംഭവം ഉണ്ടാകുന്ന രാവിലെ മുതൽ തന്നെ വഴക്ക് ഉണ്ടായിരുന്നു. അന്ന് രാത്രി, അതായത് ഞായറാഴ്ച രാത്രിയാണ് ഈ അമിത സണ്ണി വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്, ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ആ സമയം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ അഖിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ കടപ്ലാമറ്റത്തുള്ള സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. തൻ്റെ 2 മക്കളുണ്ട്, ആ 2 മക്കളെയും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ അമ്മ അഖിലിനെ വിളിച്ചു പറഞ്ഞു. അഖിൽ പുറത്തു നിന്ന് പോയ അഖിൽ വീട്ടിലേക്ക് ഓടിയെത്തി നോക്കുമ്പോൾ ഈ വീട് അടച്ച നിലയിലായിരുന്നു, അതായത് മുറി അടച്ച നിലയിലായിരുന്നു. അത് തുറന്നപ്പോഴാണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ബന്ധുക്കളുടെ പരാതി കൊണ്ട് തന്നെ ഈ വീട് സീൽ ചെയ്തിട്ടുണ്ട് പോലീസ്. അന്വേഷണം നടക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്നു. ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക. അല്പസമയത്തിനുള്ളിൽ ഇത് ആരംഭിക്കും. മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകുകയുള്ളൂ. 4.5 വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ഇവർക്ക് 2 കുട്ടികൾ ഉണ്ട്. 3ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്നതിനിടെയാണ് ഈ 9ാം മാസത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വഴക്കുണ്ട്, കുടുംബ വഴക്ക്. ഇവരുടെ സ്വർണ്ണമടക്കം ഏതാണ്ട് 10-15 പവൻ സ്വർണ്ണമടക്കം ഈ ഭർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്ന പരാതി. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം വ്യക്തമാകും. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.